നമസ്കാരം. നമ്മളിന്ന് കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസം അല്ലെങ്കിൽ ജീവികളിലെ രാസസംവേദനം എന്ന് പറയുന്ന അധ്യായത്തിന്റെ രണ്ടാം ഭാഗം അല്ലെങ്കിൽ ആദ്യത്തെ ഭാഗം നമ്മൾ പഠിച്ചു. സസ്യ ഹോർമോണിനെ കുറിച്ചൊക്കെ പഠിച്ചു. ഇനി നമുക്ക് ജന്തു ഹോർമോണിനെ കുറിച്ച് വേണം പഠിക്കാൻ, ജന്തുക്കളുടെ ഹോർമോണുകളെ കുറിച്ച് വേണം പഠിക്കാൻ. ഈ പറയുന്ന ചാപ്റ്ററിന്റെ കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസം എന്ന് പറയുന്ന ഈ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്നിപ്പോൾ തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, വളരെ ലളിതമായി പറഞ്ഞു തരാൻ ശ്രമിക്കാം. നോക്കൂ, നമുക്ക് ഇന്ന് ആദ്യമായിട്ട് പഠിക്കേണ്ടത് തൈറോയിഡ് ഗ്രന്ഥിയെ കുറിച്ചാണ്. തൈറോയിഡ് ഗ്രന്ഥി. അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥിയാണ്. നമ്മൾ ഏകദേശം വലിപ്പമുള്ള ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. അപ്പോൾ ഈ തൈറോയിഡ് ഗ്രന്ഥി അല്ലെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡ് മനസ്സിലായല്ലോ. ഈ തൈറോയിഡ് ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ, എവിടെയാണ് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ്? നമ്മുടെ ഈ തൊണ്ടയിലാണ്. ഇവിടെ ഈ കഴുത്തിന്റെ ഭാഗത്ത് തൊണ്ടയിലാണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ സ്ഥാനം. അപ്പൊ നമ്മുടെ കഴുത്തിൽ സ്വനപേടകം, നമ്മുടെ ശബ്ദമൊക്കെ അറിയാലോ, സ്വനപേടകത്തിലെ സ്വനതന്തുക്കൾ കമ്പനം ചെയ്യുന്നത് മൂലമാണല്ലോ നമുക്ക് ശബ്ദം, നമ്മുടെ ഓരോരുത്തരുടെയും ശബ്ദം വരുന്നത്. അപ്പൊ ആ സ്വനപേടകത്തിന് നമ്മളിപ്പോ ഇംഗ്ലീഷിൽ നമുക്ക് സ്വനപേടകത്തിന് ലാറിങ്സ് എന്ന് പറയാം. ലാറിങ്സ്. അപ്പൊ ലാറിങ്സിനും അല്ലെങ്കിൽ സ്വനപേടകത്തിനും ശ്വാസനാളത്തിനും കുറച്ച് താഴെ, അപ്പൊ ശ്വാസനാളത്തിനും ഈ ലാറിങ്സിനും അല്ലെങ്കിൽ എന്ന് പറയാം സ്വനപേടകത്തിനും ഇടയിലായിട്ടാണ് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ തൈറോയിഡ് ഗ്രന്ഥി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കഴുത്തില് സ്വനപേടകത്തിനും അതുപോലെ തന്നെ ശ്വാസനാളത്തിനും ഇടയിലായിട്ട്, അല്ലെങ്കിൽ ലാറിങ്സിനും അതുപോലെ തന്നെ ഈ ട്രക്കിയ എന്ന് പറയും, ശ്വാസനാളത്തിന് എന്ന് പറയും ട്രക്കിയ. അപ്പൊ ആ ട്രക്കിയയ്ക്കും ഇടയിലായിട്ടാണ് ഈ പറയുന്ന തൈറോയിഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്. ഇനി അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഈ തൈറോയിഡ് ഗ്രന്ഥി എന്താണ് ഇതിന്റെ പണി? അപ്പൊ തൈറോയിഡ് ഗ്രന്ഥിയുടെ ജോലി എന്തെന്ന് കേട്ടാല് മെറ്റബോളിസം. നമ്മുടെ ബോഡിയിൽ അറിയാലോ, നമ്മുടെ ശരീരത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും ശിഥിലീകരണ പ്രവർത്തനങ്ങളെ ചേർത്താണ് മെറ്റബോളിസം. കാറ്റബോളിസവും അനബോളിസവും കൂടെ ചേർന്ന് മെറ്റബോളിസം, അല്ലെങ്കിൽ ഉപജയവും അപജയവും ചേർന്നിട്ടുള്ള ഉപാപചയം. അപ്പൊ ഉപാപചയം അല്ലെങ്കിൽ മെറ്റബോളിസം, അതുപോലെ തന്നെ ശരീര വളർച്ച, ബോഡിയുടെ ഗ്രോത്ത് ഉണ്ടല്ലോ, ശരീരത്തിന്റെ വളർച്ച. നിങ്ങൾ നേരത്തെ ഇരുന്ന പോലെയാണോ നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്? ഒരു 5 വർഷത്തിന് മുമ്പ് ഇരുന്ന പോലെയാണോ, അല്ലെങ്കിൽ 10 വർഷത്തിന് മുമ്പ് ഇരുന്ന പോലെയാണോ നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്? അപ്പൊ ആ ശരീര വളർച്ച, മെറ്റബോളിസം അല്ലെങ്കിൽ മെറ്റബോളിസം, ബോഡി ഗ്രോത്ത്, അതുപോലെ തന്നെ അതിന്റെ ഡെവലപ്മെന്റ്, വികാസം. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വികാസം നടക്കും, ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അപ്പൊ ആ വികാസം, ഡെവലപ്മെന്റ് എന്നിവയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്ന തൈറോയിഡ് ഗ്രന്ഥിയാണ്. അപ്പൊ തൈറോയിഡ് ഗ്രന്ഥിയുടെ ജോലി എന്താണ്? മെറ്റബോളിസം, പിന്നെ ശരീര വളർച്ച, അതിന്റെ വികാസം. അപ്പോൾ മെറ്റബോളിസം, ബോഡി ഗ്രോത്ത്, ഡെവലപ്മെന്റ് ഇവയൊക്കെ നിയന്ത്രിക്കുക കൺട്രോൾ ചെയ്യുകയാണ് ഈ പറയുന്ന തൈറോയിഡ് ഗ്രന്ഥിയുടെ ധർമ്മം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഈ തൈറോയിഡ് ഗ്രന്ഥി നമ്മൾ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡ് പരിശോധിച്ചാൽ 2 തരത്തിലുള്ള കോശങ്ങൾ കാണപ്പെടും. എത്ര തരത്തിലുള്ള? 2 തരത്തിലുള്ള കോശങ്ങൾ കാണപ്പെടും. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് നമ്മൾ നോക്കുമ്പോൾ അതില് നമ്മള് ഈ 2 ടൈപ്പ് സെല്ലുകളുണ്ട്. 2 ടൈപ്പ് സെല്ലുകൾ കാണപ്പെടും. അപ്പൊ തൈറോയിഡ് ഗ്രന്ഥി നമ്മുടെ ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ 2 തരത്തിലുള്ള സെല്ലുകൾ കാണപ്പെടുന്നു, അല്ലെങ്കിൽ 2 തരത്തിലുള്ള കോശങ്ങൾ കാണപ്പെടുന്നു. അത് ഒരു ടൈപ്പിലുള്ള കോശത്തെ നമുക്ക് എന്ത് പറയാം? ഫോളിക്കുലാർ കോശങ്ങളും പാരാഫോളിക്കുലാർ കോശങ്ങളും. ഫോളിക്കുലാർ കോശങ്ങളും പാരാഫോളിക്കുലാർ കോശങ്ങളും. ഫോളിക്കുലാർ കോശങ്ങളും പാരാഫോളിക്കുലാർ കോശങ്ങളും. നമ്മുടെ കഴുത്തിൽ തൈറോയിഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നു. ആ തൈറോയിഡ് ഗ്രന്ഥിയുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ മെറ്റബോളിസം, ബോഡി ഗ്രോത്ത്, അതുപോലെ തന്നെ ഡെവലപ്മെന്റ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. ഈ തൈറോയിഡ്
ഗ്രന്ഥിയിൽ 2 ടൈപ്പ് കോശങ്ങളുണ്ട്, സെല്ലുകളുണ്ട്. ഫോളിക്കുലാർ സെൽസും പാരാ ഫോളിക്കുലാർ സെൽസും. ഫോളിക്കുലാർ സെൽസും പാരാ ഫോളിക്കുലാർ സെൽസും. ഫോളിക്കുലാർ സെൽസും പാരാ ഫോളിക്കുലാർ സെൽസും മനസ്സിലായല്ലോ. അപ്പോൾ ഫോളിക്കുലാർ കോശങ്ങളും പാരാ ഫോളിക്കുലാർ കോശങ്ങളും. ഇതില് ഫോളിക്കുലാർ കോശങ്ങൾ അല്ലെങ്കിൽ ഫോളിക്കുലാർ സെൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. ഫോളിക്കുലാർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് എന്തോന്നാണ്? തൈറോക്സിൻ. തൈറോക്സിൻ തൈറോക്സിൻ. ഫോളിക്കുലാർ കോശങ്ങൾ അല്ലെങ്കിൽ ഫോളിക്കുലാർ സെൽസ് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് തൈറോക്സിൻ. ഇനി പാരാ ഫോളിക്കുലാർ കോശങ്ങൾ, പാരാ ഫോളിക്കുലാർ സെൽസ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. കാൽസിറ്റോണിൻ കാൽസിറ്റോണിൻ മറന്നുപോയി. അപ്പോൾ ഫോളിക്കുലാർ സെൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. പാരാ ഫോളിക്കുലാർ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഇത്രയും ഇരിക്കട്ടെ. ഇനി തൈറോയിഡ് ഗ്രന്ഥിയുടെ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷനുകൾ, പ്രധാന ഫംഗ്ഷനുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാന ഫംഗ്ഷനുകൾ, തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രധാന ഫംഗ്ഷനുകൾ അല്ലെങ്കിൽ ധർമ്മം എന്തെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, മെറ്റബോളിസത്തിനെയും ശരീരോഷ്മാവിനെയും നിയന്ത്രിക്കുന്നു. നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസം എന്ന് വെച്ചാൽ നിർമ്മാണ പ്രവർത്തനങ്ങളും ശിഥിലീകരണ പ്രവർത്തനങ്ങളും, അല്ലെങ്കിൽ കാറ്റബോളിസം, അനബോളിസം, അതുപോലെ തന്നെ ഉപജയം, അപജയം എന്നൊക്കെ പറയാം. എല്ലാം കൂടെ കൺഫ്യൂഷൻ ആക്കേണ്ട മെറ്റബോളിസം. അപ്പൊ ഈ മെറ്റബോളിസത്തിനെ മെറ്റബോളിസത്തിനെ നിയന്ത്രിക്കുന്നു. എത്രത്തോളം നമ്മുടെ ശരീര വളർച്ച വേണം, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റെഗുലേറ്റ് എന്ത് ചെയ്യുന്നു? ബോഡി ടെമ്പറേച്ചർ, ശരീരോഷ്മാവിനെ നിയന്ത്രിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ നിയന്ത്രിക്കുന്നത്? ശരീരത്തിന്റെ വളർച്ചയെ, അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവിനെ ഒക്കെ നിയന്ത്രിക്കുന്നു. ശരീരോഷ്മാവിനെ നിയന്ത്രിക്കുന്നു, ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നു. അപ്പൊ കൺട്രോൾ മെറ്റബോളിസം, അതുപോലെ ബോഡി ടെമ്പറേച്ചർ. ഇനി രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ നവജാത ശിശുക്കൾ, പുതിയതായിട്ട് ജനിച്ച കുഞ്ഞുങ്ങളെയാണ് നമ്മൾ നവജാത ശിശു എന്ന് പറയുന്നത്. അപ്പൊ ആ നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയൊക്കെ മസ്തിഷ്കം വികസിപ്പിക്കും. നമ്മുടെ തലച്ചോറ്, ബ്രെയിൻ, അതിനെ എന്ത് ചെയ്യുന്നു? വികസിപ്പിക്കുന്നു. അപ്പോൾ നവജാത ശിശുക്കൾ, കൊച്ചു കുഞ്ഞുങ്ങള്, അതുപോലെ കുറച്ചുകൂടെ വളർന്ന അതിന് നമ്മൾ കുട്ടികളെന്ന് പറയും. അപ്പോൾ നവജാത ശിശുക്കളുടെയും അതുപോലെ തന്നെ കുട്ടികളുടെയും ഒക്കെ തലച്ചോറിന്റെ വളർച്ച, മസ്തിഷ്കത്തിന്റെ വളർച്ചയെ ഇവൻ നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ സഹായിക്കുന്നു. അപ്പോ നമുക്ക് എന്ത് പറയാം? ഇപ്പോ ഡെവലപ്മെന്റ് ഓഫ് ബ്രെയിൻ ഇൻ ന്യൂ ബോൺ ബേബീസ് ആൻഡ് ചിൽഡ്രൻ. ന്യൂ ബോൺ ബേബീസിന്റെ അതുപോലെ തന്നെ ചിൽഡ്രന്റെ ഒക്കെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതിന് ഈ തൈറോക്സിൻ വളരെ അത്യാവശ്യമാണ്. തൈറോക്സിൻ ഉണ്ടെങ്കിലേ കഴിയുള്ളൂ. അപ്പൊ തൈറോക്സിനാണ് നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും ഒക്കെ മസ്തിഷ്കത്തിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത്. അല്ലെങ്കിൽ ഡെവലപ്മെന്റ്, ബ്രെയിനിന്റെ ഡെവലപ്മെന്റ്, ഏതിന്റെ? ന്യൂ ബോൺ ബേബീസ്, അതുപോലെ തന്നെ മറ്റു ചിൽഡ്രൻ, ഇവരുടെയൊക്കെ ഈ ബ്രെയിനിന്റെ ഗ്രോത്തിന് അല്ലെങ്കിൽ ഡെവലപ്മെന്റിന് തൈറോക്സിൻ സഹായിക്കുന്നു. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഹൃദയം. നമ്മുടെ ഹൃദയം എന്ന് പറയാല്ല, ഹാർട്ട്, അവന്റെ ത്വക്ക്, അവന്റെ സ്കിന്ന്, അതുപോലെ തന്നെ അപ്പോൾ നമ്മളെ ഒന്ന് ഹൃദയം, അതുപോലെ തന്നെ ത്വക്ക്, പ്രത്യുൽപാദന വ്യവസ്ഥ തുടങ്ങിയവയുടെയൊക്കെ ആരോഗ്യം നിലനിർത്തുന്നു. അപ്പൊ ഇത് ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നു, ത്വക്കിന്റെ ആരോഗ്യം നിലനിർത്തുന്നു, അതുപോലെ തന്നെ നമ്മുടെ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യം, ശരിയായ പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നു. അപ്പൊ തൈറോക്സിൻ എന്തിനൊക്കെ സഹായിക്കുന്നു? ഹൃദയത്തിന്റെ ആരോഗ്യത്തിന്, അതുപോലെ തന്നെ ത്വക്കിന്റെ ആരോഗ്യത്തിന്, അതുപോലെ തന്നെ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യത്തിന്, ഇതിനെല്ലാം നമ്മളെ സഹായിക്കുന്ന ഒരു ഗ്ലാൻഡാണ്
തൈറോയിഡ് ഗ്ലാൻഡ്, അല്ല തൈറോയിഡ് ഗ്ലാൻഡ് അല്ലെങ്കിൽ തൈറോക്സിൻ. തൈറോക്സിന്റെ ഫംഗ്ഷനും തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷനും സെയിം തന്നെയാണ്. അപ്പൊ തൈറോക്സിന്റെ ഈ ഫംഗ്ഷൻ എന്ത് പറയുന്നു? ഒന്ന്, ഇത് ഇപ്പൊ ബോഡി ഗ്രോത്തിന്, നമ്മുടെ ബോഡിയുടെ ഗ്രോത്തിന്, അതുപോലെ തന്നെ ഡെവലപ്മെന്റിന് ഒക്കെ സഹായിക്കുന്നു. മെയിൻറ്റെയിൻ ദി ഹെൽത്ത് ഓഫ് ദി ഹാർട്ട്, സ്കിൻ, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പൊ ഹാർട്ടിന്റെയും സ്കിന്നിന്റെയും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെയും ഒക്കെ ഹെൽത്തിന് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് തൈറോക്സിൻ. അപ്പൊ തൈറോക്സിന്റെ ധർമ്മം എന്താണ്? തൈറോക്സിന്റെ ഫംഗ്ഷൻ ഒന്നുകൂടെ പറയാം. ഒന്ന്, റെഗുലേറ്റ് മെറ്റബോളിസം ആൻഡ് ബോഡി ഗ്രോത്ത്, അല്ലെ ബോഡി ഗ്രോത്ത് അല്ല റെഗുലേറ്റ് മെറ്റബോളിസം. ബോഡി ഗ്രോത്ത് നമ്മൾ വേറെ എല്ലാം പഠിച്ചു. റെഗുലേറ്റ് ബോഡി മെറ്റബോളിസം, അതുപോലെ തന്നെ ബോഡി ടെമ്പറേച്ചർ. എന്താണ് ബോഡി ടെമ്പറേച്ചർ? മെറ്റബോളിസം എന്തൊക്കെ നിയന്ത്രിക്കുന്നു? മെറ്റബോളിസം നിയന്ത്രിക്കുന്നു, ശരീരോഷ്മാവ് ക്രമീകരിക്കുന്നതിന് സഹായിക്കുന്നു. രണ്ടാമത്, ഡെവലപ്മെന്റ് ഓഫ് ബ്രെയിൻ ഇൻ ന്യൂ ബോൺ ബേബീസിന്റെ ബേബിയുടെയും അതുപോലെ തന്നെ ഈ ചിൽഡ്രന്റെ ഒക്കെ ബ്രെയിൻ ഡെവലപ്മെന്റിന് സഹായിക്കുന്നു. ബ്രെയിൻ ഡെവലപ്മെന്റിന് സഹായിക്കുന്നു. നവജാത ശിശുവിന്റെയും അതുപോലെ തന്നെ ഈ അല്ലാത്ത കുട്ടികളുടെയും ഒക്കെ തലച്ചോറ് അല്ലെങ്കിൽ മസ്തിഷ്കം വികസിക്കുന്നതിന് സഹായിക്കുന്നു. മൂന്നാമത്തത് ഈ ഹാർട്ട് ഹെൽത്ത്, അതുപോലെ അല്ല ഹാർട്ട് സ്കിൻ ഹെൽത്ത് അല്ല ഹാർട്ട് സ്കിൻ, അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഇതിൻ്റെയൊക്കെ ഹെൽത്തിന് സഹായിക്കുന്നത് ഈ പറഞ്ഞ തൈറോക്സിനാണ്. അപ്പൊ തൈറോക്സിന്റെ ഫംഗ്ഷൻ, ഇപ്പൊ തൈറോയ്ഡ് ഗ്രന്ഥി ആയിരുന്നാലും തൈറോക്സിൻ ആയിരുന്നാലും ഇതാണ് ഇതിന്റെ ഫംഗ്ഷൻ. അപ്പൊ ഇതിന് സഹായിക്കും. അപ്പോൾ ഇവിടെ ഹൃദയത്തിന്റെയും നമ്മുടെ ത്വക്ക് അല്ലെങ്കിൽ ചർമ്മം അല്ലെങ്കിൽ തൊലി എന്നൊക്കെ പറയുന്ന നമ്മുടെ ത്വക്കിന്റെയും പിന്നെ പ്രത്യുൽപാദന വ്യവസ്ഥയുടെയൊക്കെ ആരോഗ്യത്തിനും ഇത് സഹായിക്കുന്നു. ഒന്നുകൂടെ തൈറോക്സിന്റെ ഫംഗ്ഷൻ എന്താണ്? ആദ്യം മലയാളത്തിൽ പറയാം. മെറ്റബോളിസത്തിനെയും അതുപോലെ ശരീരോഷ്മാവ് ക്രമീകരണത്തിനെയും സഹായിക്കുന്നു. നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും മസ്തിഷ്കം വികസിക്കുന്നതിന് സഹായിക്കുന്നു. അതുപോലെ ഹൃദയം, ത്വക്ക്, പ്രത്യുൽപാദന വ്യവസ്ഥ തുടങ്ങിയവയുടെ ആരോഗ്യം നിലനിർത്താൻ തൈറോക്സിൻ സഹായിക്കുന്നു. അപ്പൊ അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എങ്ങനെയാണ്? ഇംഗ്ലീഷിൽ നമുക്ക് എന്ത് പറയാം? റെഗുലേറ്റ് മെറ്റബോളിസം, ബോഡി ടെമ്പറേച്ചർ. ഡെവലപ്മെന്റ് ഓഫ് ബ്രെയിൻ, ന്യൂ ബോൺ ബേബീസ് ആൻഡ് ചിൽഡ്രൻ. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ അല്ലെങ്കിൽ ബോഡി നമ്മുടെ ഇതിന്റെ ഹെൽത്തിന്, ഹാർട്ടിന്റെ ഹെൽത്തിന്, അതുപോലെ തന്നെ സ്കിന്നിന്റെ ഹെൽത്തിന്, അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഹെൽത്തിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ സഹായിക്കുന്നു. പിന്നെ ബോഡിയുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഒക്കെ ഈ തൈറോക്സിൻ ആവശ്യമാണ്. തൈറോക്സിന്റെ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ ശരീരത്തെ ദോഷകരമായി ബാധിക്കും. നമുക്ക് പല രോഗാവസ്ഥയിൽ കൊണ്ടുവന്നിരിക്കും. എന്നുവെച്ചാൽ തൈറോക്സിന്റെ ഉൽപാദനം എക്സസ് ആയ കൂടിപ്പോയാലും കുഴപ്പമാണ്, അതുപോലെ തന്നെ റെഡ്യൂസ് ആയാലും കുഴപ്പമാണ്, കുറഞ്ഞു പോയാലും കുഴപ്പമാണ്. തൈറോക്സിന്റെ ഉൽപാദനം കുറഞ്ഞു പോയാലും റെഡ്യൂസ് ആയാലും കുഴപ്പമാണ്, അധികമായാലും കുഴപ്പമാണ്. തൈറോക്സിന്റെ പ്രൊഡക്ഷൻ അമിതമായി പോയാലും എക്സസ് ആയി പോയാലും ദോഷമാണ്, അതുപോലെ തന്നെ കുറഞ്ഞു പോയാലും കുഴപ്പമാണ്, അല്ലെങ്കിൽ റിഡക്ഷൻ സംഭവിച്ചാലും കുഴപ്പമാണ്. അതില് തൈറോക്സിന്റെ അളവ് നമുക്ക് കൂടിപ്പോയാൽ എക്സസ് ആയി പോയാലും നമുക്കുണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. തൈറോയിഡിസം നമ്മുടെ ശരീരത്തില് ആരുടെ തൈറോക്സിന്റെ ഉൽപാദനം അല്ലെങ്കിൽ തൈറോക്സിന്റെ ഉൽപാദനം കൂടിപ്പോയാൽ നമുക്കുണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. ഇവിടെ പറയും തൈറോക്സിന്റെ അളവ് കൂടിയാലാണ് ഹൈപ്പർ. തൈറോക്സിന്റെ അളവ് കൂടുന്നത് ഹൈപ്പർ തൈറോയിഡിസം. ഇനി തൈറോക്സിന്റെ അളവ് കുറഞ്ഞാലോ, തൈറോക്സിന്റെ ഉൽപാദനം ഡിക്രീസ് ആയാലോ എന്ത് സംഭവിക്കും? ഹൈപ്പോ തൈറോയിഡിസം. അത് നീറിന്റെ കുറവേ ഉള്ളൂ. ഹൈപ്പോ തൈറോയിഡിസം. കൂടിപ്പോയാൽ ഹൈപ്പർ, കുറഞ്ഞാൽ ഹൈപ്പോ. ഒന്നുകൂടെ പറയാം, നമ്മുടെ ശരീരത്തില് തൈറോക്സിന്റെ ഉൽപാദനത്തിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചാൽ അത് നമ്മുടെ ശരീരത്തിന് ദോഷകരമായി ബാധിക്കും, പല രോഗങ്ങളും വരും. ആ അവസ്ഥയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഒന്ന്,
തൈറോക്സിന്റെ ഉൽപാദനം കൂടിപ്പോയാൽ, എക്സസ് ആയാൽ അതിന് വരുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. ഈ തൈറോക്സിന്റെ ഉൽപാദനം കുറഞ്ഞു പോയാലോ, ഡിക്രീസ് ആയാലോ എന്ത് സംഭവിക്കും? ഹൈപ്പോ തൈറോയിഡിസം. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പഠിക്കാം. ഒന്ന്, ഈ ഹൈപ്പർ ഹൈപ്പർ തൈറോയിഡിസത്തിൽ വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻക്രീസ് ദി റേറ്റ് ഓഫ് മെറ്റബോളിസം. മെറ്റബോളിസം കൂടുന്നു. മെറ്റബോളിസം എന്ത് ചെയ്യുന്നു? മെറ്റബോളിസം കൂടുന്നു. മെറ്റബോളിസത്തിന്റെ നിരക്ക് എന്ത് ചെയ്യുന്നു? കൂടുന്നു. അതാണ് ഇപ്പൊ റേറ്റ് ഓഫ് മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസ് ദി റേറ്റ് ഓഫ് മെറ്റബോളിസം. രണ്ട്, വെയിറ്റ് അങ്ങ് കുറയും. നമ്മുടെ ബോഡി, കാര്യം എല്ലാ ആഹാരവും കത്തിപ്പോയത്. അപ്പൊ വെയിറ്റ് കുറയുന്നു. നമ്മുടെ വെയിറ്റ് കുറയുന്നു, ഭാരം കുറയുന്നു, ശരീരഭാരം കുറയുന്നു, പെട്ടെന്ന് കുറഞ്ഞ് വരുന്നു. അവന്റെ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ഹൃദയമിടിപ്പ് കൂടുന്നു. ഏതാ ഞാൻ ഇപ്പൊ പറയുന്നത്? ഹൈപ്പർ തൈറോയിഡിസം പറയുന്നത്. അപ്പൊ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ഹൃദയമിടിപ്പ്. ഹൃദയം ഇങ്ങനെ 72 പ്രാവശ്യം അടിച്ചുകൊണ്ടിരുന്ന മിനിറ്റ് അടിക്കുന്നു, ഹൃദയമിടിപ്പ് കൂടുന്നു. അടുത്തത് എക്സസീവ് സ്വെറ്റിംഗ്. കാര്യം മെറ്റബോളിസം കൂടി നടക്കുമ്പോൾ ചൂട് കൂടുതലുണ്ടായാൽ വേർപ്പുണ്ടാവും. അപ്പൊ അവന്റെ സ്വെറ്റിംഗ് വളരെയധികം, നമ്മുടെ ശരീരമൊക്കെ ഇങ്ങനെ വേർപ്പ് എക്സസീവായിട്ട് അല്ലെങ്കിൽ വളരെ കൂടുതലായിട്ട് വേർക്കുന്നു. രണ്ടാമത്തത് ആങ്സൈറ്റി, ഉത്കണ്ഠ കൂടുന്നു. എന്തോ വരാൻ പോകുന്ന പോലെ, എന്തോ ഇങ്ങനെ ഉത്കണ്ഠ, ആങ്സൈറ്റി, ഒരു വെപ്രാളം, ആങ്സൈറ്റി കൂടുന്നു. ആങ്സൈറ്റി ഉണ്ടാവുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, മെറ്റബോളിസത്തിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. എന്നുവെച്ചാൽ മെറ്റബോളിസം നിരക്ക് കൂടുന്നു, ഹാർട്ട് ബീറ്റ് നിരക്ക് കൂടുന്നു, ഹാർട്ട് ബീറ്റ് റേറ്റ് കൂടുന്നു, ഇൻക്രീസ് ചെയ്യുന്നു, കൂടുന്നു. മൂന്നാമത്തത് നമ്മുടെ ഭാരം കുറയുന്നു, വെയിറ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു, വെയിറ്റ് ലോസ് ആവുന്നു. അതുപോലെ തന്നെ അതായത് സ്വെറ്റിംഗ് റേറ്റ് അല്ലെങ്കിൽ എക്സസീവ് ആയിട്ട് വേർക്കുന്നു. മൂന്നാമത്തത് ആങ്സൈറ്റി, വളരെ നമുക്ക് ആകാംക്ഷ ഉണ്ടാകുന്നു, ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ ഉണ്ടാകുന്നു. ഒന്നുകൂടെ പറയാം, മെറ്റബോളിസത്തിന്റെ നിരക്ക് കൂടുന്നു, ഭാരക്കുറവുണ്ടാകുന്നു, ഹൃദയമിടിപ്പ് കൂടുന്നു, അമിതമായി വേർപ്പുണ്ടാകുന്നു, ഉത്കണ്ഠ ഉണ്ടാകുന്നു. ഇതേത്? ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസം വരുന്നത് എങ്ങനെ? കൂടുന്നു. നമ്മൾ ആലോചിച്ചാൽ മതി. തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്നു, തൈറോക്സിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ എക്സസ് ആകും. അങ്ങനെ വരുമ്പോൾ എല്ലാം കൂടും. എങ്ങനെ കൂടും? മെറ്റബോളിസം റേറ്റ് കൂടുന്നു, മെറ്റബോളിസത്തിന്റെ നിരക്ക് കൂടുന്നു. അതുപോലെ ഹൃദയമിടിപ്പ് കൂടുന്നു, ഹാർട്ട് ബീറ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ വെയിറ്റ്, നമ്മളെ ശരീരഭാരം, ബോഡി വെയിറ്റ് ലോസ് ആവുന്നു, ശരീരഭാരം കുറയുന്നു. അതുപോലെ തന്നെ വേർപ്പ് കൂടുന്നു, എക്സസ് ആയിട്ടുള്ള സ്വെറ്റിംഗ് വരുന്നു. അതുപോലെ തന്നെ ഉത്കണ്ഠ വരുന്നു, ആങ്സൈറ്റി. ഇനി ഇതിന്റെ എല്ലാം വിപരീതമാണ് നമ്മുടെ ഹൈപ്പോതൈറോയിഡിസം. അപ്പോൾ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞാല് ആരെ ഉൽപാദനം കുറയുന്നു? തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത് കൊണ്ട്, അല്ലെങ്കിൽ തൈറോക്സിന്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ആകുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നമാണ് ഹൈപ്പോതൈറോയിഡിസം. അപ്പൊ ഹൈപ്പർ കൂടുന്നത്, ഹൈപ്പോ കുറയുന്നത്, തൈറോക്സിൻ കുറയുന്നത്. ഇനി ഇവിടെ നോക്കാം, ഈ ഡിക്രീസ് റേറ്റോ എല്ലാം മറ്റേത് കൂടുന്നു, മെറ്റബോളിസം റേറ്റ് കൂടുന്നു, ഇത് മെറ്റബോളിസം റേറ്റ് കുറയുന്നു, ഡിക്രീസ് റേറ്റ് ഓഫ് മെറ്റബോളിസം. അതുപോലെ തന്നെ ബോഡി വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നു, കാര്യം മെറ്റബോളിസം നടക്കുന്നില്ല, എല്ലാ ആഹാരത്തിനൊന്നും പൊട്ടിക്കുന്നില്ല, ഇതെല്ലാം കൂടെ ഇങ്ങനെ കൊഴുപ്പായിട്ട് നമ്മളവിടെ മന്ദബുദ്ധി കണക്ക് ഇങ്ങനെ ഇരിക്കും. ബോഡി വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, കൂടുന്നു. ഹാർട്ട് ബീറ്റ് റേറ്റോ സ്ലോ ആകുന്നു. ഒരു പ്രവർത്തനം നടക്കുന്നല്ലോ, ഹാർട്ട് ബീറ്റ് റേറ്റ് സ്ലോ ആകുന്നു. അപ്പൊ ഹാർട്ട് ബീറ്റ് റേറ്റ് സ്ലോ ഡൗൺ. പിന്നെ ഫാറ്റിക് ഉണ്ടാകും. ഫാറ്റിക് എന്ന് നമുക്ക് എന്താ പറയുന്നത്? ഒരു ക്ഷീണം നമ്മള് ക്ഷീണം എന്ന് തന്നെ പറയാം, ഫാറ്റിക്. അപ്പൊ ക്ഷീണം ഒരുമാതിരി ബോധക്കേട് പോലെ ഫാറ്റിക് ക്ഷീണമായിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ
അടുത്തത് ഈ തണുപ്പൊക്കെ വരുമ്പോൾ തണുപ്പ് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഇൻടോളറൻസ് ടു കോൾഡ്, എന്നുവെച്ചാൽ തണുപ്പിനെ സഹിക്കാൻ പറ്റില്ല. നമുക്ക് ചെറിയ തണുപ്പായിരുന്നാൽ പോലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പ് പോലും ഈ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആളിന് സഹിക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ മെറ്റബോളിസം കുറയുന്നു, ശരീരഭാരം കൂടുന്നു, ഹൃദയമിടിപ്പ് കുറയുന്നു, ക്ഷീണം വരുന്നു, തണുപ്പ് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കൊണ്ടുവന്നെത്തിക്കുന്നു. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ തമ്മിലുള്ള വ്യത്യാസം നോക്കാം. അപ്പോൾ ഒന്ന് തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്നത്, അത് ഹൈപ്പർ തൈറോയിഡിസം. അടുത്തത് തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത്, അപ്പൊ അതേതാ ഹൈപ്പോ തൈറോയിഡിസം. അപ്പോൾ അതില് ഒന്നെന്ത് ചെയ്യുന്നു, ഹൈപ്പർ തൈറോയിഡിസം ഇൻക്രീസ് ദി റേറ്റ് ഓഫ് മെറ്റബോളിസം, മെറ്റബോളിസം റേറ്റ് കൂടുന്നു, മെറ്റബോളിസത്തിന്റെ നിരക്ക് കൂടുന്നു. അപ്പൊ അടുത്തതോ ഡിക്രീസ്, മെറ്റബോളിസത്തിന്റെ നിരക്ക് കുറയുന്നു, ഹൈപ്പർ കുറയുന്നു. അടുത്ത ഇവിടെ ഹൃദയമിടിപ്പ് കൂടുന്നു, ഹൈപ്പറിൽ ഹൃദയമിടിപ്പ് കൂടുന്നു, അവിടെ ഹൃദയമിടിപ്പ് കുറയുന്നു. ഇവിടെ ഹൈപ്പറിൽ ഭാരം കുറയുന്നു, ശരീരഭാരം കുറയുന്നു, ഹൈപ്പോയിലോ ശരീരഭാരം കൂടുന്നു. ഇവിടെ വിയർപ്പും അതുപോലെ വിയർപ്പ് എക്സസീവ് സ്വെറ്റിങ്ങും ആങ്സൈറ്റി അല്ലെങ്കിൽ അമിതമായ വിയർപ്പും അതുപോലെ തന്നെ ആങ്സൈറ്റി ഒക്കെ ഉണ്ടാകുന്നു. എന്ന് പറഞ്ഞാൽ അമിതമായ വിയർപ്പും ഉത്കണ്ഠയും ഉണ്ടാകുന്നു. ഇവിടെയാണെങ്കിലോ ഈ ഫാറ്റിക് വരും, ഭയങ്കര ക്ഷീണം വരും, ഒന്നിനും വയ്യ, ശരീരം നനക്കാൻ പോലും വയ്യ, ഒരു മടി, ഫാറ്റിക് വരുന്നു. അതുപോലെ തന്നെ പിന്നെ തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇൻടോളറൻസ് ഓഫ് കോൾഡ്, അല്ലെങ്കിൽ തണുപ്പ് ഒട്ടും സഹിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിൽ കൊണ്ടുവന്നെത്തിക്കുന്നു. അപ്പൊ ഇവിടെ പരീക്ഷയ്ക്ക് ഒരിക്കൽ ചോദിച്ചുള്ളതാണ് റെഡ്യൂസ്ഡ് സെക്രീഷൻ ഓഫ് തൈറോക്സിൻ. അപ്പൊ നമ്മളെന്ത് എഴുതും, ഹൈപ്പോ തൈറോയിഡിസം. എക്സസീവ് സെക്രീഷൻ ഓഫ് തൈറോക്സിൻ, ഹൈപ്പർ തൈറോയിഡിസം. എങ്ങനെ ചോദിച്ചാലും നമുക്ക് പറയാൻ കഴിയണം, ഒന്നുമില്ല. ഇത്രയും പഠിച്ചതൊന്ന് കേട്ടാൽ മാത്രം മതി, മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങളത് ശരിക്കത് മനസ്സിലാക്കി തന്നെ പഠിക്കണം. പിന്നെ വായിക്കേണ്ട കാര്യമില്ല, പഠിക്കേണ്ട കാര്യമില്ല, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലായി. ചില ആൾക്കാരുടെയൊക്കെ കഴുത്ത് നിങ്ങളിങ്ങനെ വീങ്ങിയിരിക്കുന്നുണ്ടല്ലോ, വലുതായിട്ട് ഇങ്ങനെ പണി ചെയ്തിരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിന് പറയുന്ന അസുഖത്തിന് പറയുന്ന പേരാണ് ഗോയിറ്റർ. എന്താണ് ഗോയിറ്റർ? അപ്പൊ ഗോയിറ്റർ നമ്മൾ ഈ തൈറോക്സില് അയഡിൻ എന്ന് പറയുന്ന ഒരു മൂലകം കുറയുന്ന കാരണം, അയഡിൻ എന്ന് പറയുന്ന ഒരു എലമെന്റ് കുറയുന്നത് കാരണം ഉണ്ടാകുന്ന അസുഖമാണ് ഈ പറയുന്ന ഗോയിറ്റർ എന്ന് പറയുന്ന അസുഖം. അപ്പൊ ഇത് എലമെന്റ് എസെൻഷ്യൽ ഫോർ തൈറോയിഡ് ഗ്ലാൻഡ് ടു പ്രൊഡ്യൂസ് തൈറോക്സിൻ. തൈറോയിഡ് ഗ്ലാൻഡിന് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു എലമെന്റ് വേണം. ആ എലമെന്റിന്റെ പേരാണ് അയഡിൻ. എന്താണ് അയഡിൻ? Its deficiency may cause goiter, a swelling in the neck. ഇതിന്റെ ഡിഫിഷ്യൻസി, ഇതിന്റെ അപര്യാപ്തത. ഏതിന്റെ അപര്യാപ്തത? അയഡിൻ എന്ന് പറയുന്ന ഈ മൂലകത്തിന്റെ അല്ലെങ്കിൽ അയഡിൻ എന്ന് പറയുന്ന ഈ എലമെന്റിന്റെ ഡിഫിഷ്യൻസി അല്ലെങ്കിൽ അപര്യാപ്തത അല്ലെങ്കിൽ കുറവ് നമുക്ക് ഈ പറയുന്ന ഈ തൈറോയ്ഡ് ഗ്രന്ഥി ഇങ്ങനെ വീങ്ങി ഗോയിറ്റർ, അതിന്റെ പേരാണ്, ആ അവസ്ഥയെ പറയുന്ന പേരാണ് ഗോയിറ്റർ. അപ്പോൾ ഗോയിറ്റർ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിലൊക്കെ അയഡിൻ, ഇപ്പോൾ അയഡൈസ് ചെയ്ത ഉപ്പൊക്കെ ഉണ്ടല്ലോ, പിന്നെ ചെറിയ തരത്തിലുള്ള മീനിലൊക്കെ അയഡിൻ ഉണ്ട്, അല്ലെങ്കിൽ കടൽക്കാറ്റിലുണ്ട് അയഡിൻ്റെ അംശം. അപ്പോൾ ഈ അയഡിൻ ഉണ്ട്. അപ്പോൾ ഈ അയഡിൻ ഉണ്ടെങ്കിൽ മാത്രമേ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഈ തൈറോക്സിൻ നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പം ഏതിൻ്റെ അപര്യാപ്തത? അയഡിന്റെ അപര്യാപ്തത, ഡിഫിഷ്യൻസി എന്തിക്കൊണ്ട് എത്തിക്കും? ഗോയിറ്ററിൽ കൊണ്ടെത്തിക്കും. ഗോയിറ്റർ അയഡിൻ ഓർത്തോണം. അയഡിൻ, തൈറോക്സിൻ, ഗോയിറ്റർ. അയഡിനില് അല്ല തൈറോക്സിനില് അയഡിൻ കുറഞ്ഞാൽ അല്ലെങ്കിൽ അയഡിന്റെ അപര്യാപ്തത മൂലം അല്ലെങ്കിൽ ഡെഫിഷ്യൻസി മൂലം നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇതിനെ നെക്ക് ബൾജ് ചെയ്ത് വരുന്ന ആ അവസ്ഥയാണ് സ്വെല്ലിങ്. നെക്കിനുണ്ടാകുന്ന സ്വെല്ലിങ് ഉണ്ടാകുന്ന ആ അവസ്ഥയാണ് നമ്മൾ ഗോയിറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 3 കാര്യങ്ങൾ: ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം, ഗോയിറ്റർ. ഇത് 3 ഇതിന് നമ്മൾ ഈ പറയുന്ന ഏതിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഈ നമ്മുടെ ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ
തൈറോക്സിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നുകൂടെ അതിനെ ക്വസ്റ്റ്യൻ ആയിട്ട് തരാം. ഡിസീസസ് ഓർ ഡിസോർഡേഴ്സ് റിലേറ്റഡ് ടു തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന ഡിസീസുകളോ അല്ലെങ്കിൽ ഡിസോർഡറുകളോ ഒന്ന് പറയാമോ? അസുഖമോ കുഴപ്പങ്ങളോ പറയാമോ? അപ്പൊ നമ്മൾ എന്ത് പറയണം? ഹൈപ്പർ തൈറോയിഡിസം, തൈറോക്സിൻ കൂടുന്നത്. അടുത്തത് ഹൈപ്പോ തൈറോയിഡിസം, ഏതിന്റെ ഉൽപാദനം കുറയുന്നത്? തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത്. അതുപോലെ ഗോയിറ്റർ, അയഡിന്റെ അപര്യാപ്തത, അയഡിന്റെ ഡിഫിഷ്യൻസി. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് പാരാ തൈറോയിഡ് ഗ്രന്ഥിയെ കുറിച്ചാണ്. പാരാ തൈറോയിഡ് ഗ്രന്ഥി. അപ്പൊ ഈ പാരാ തൈറോയിഡ് ഗ്രന്ഥിയുടെ പേര് പോലെ തന്നെ പാരാ തൈറോയിഡ് എന്ന് വെച്ചാൽ നമ്മൾ തൈറോയിഡ് ഗ്രന്ഥിക്ക് ചെയ്യുന്നതിന് ചില എതിരായിട്ട് അത് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ്. പക്ഷെ അതിന്റെ രണ്ടിന്റെ ആ കൂട്ടായ പ്രവർത്തനമാണ് നമ്മുടെ ഈ ഒരു ശരീരത്തിന്റെ കാൽസ്യം ലെവൽ, നമ്മുടെ ശരീരത്തിലുള്ള രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് ക്രമീകരിക്കുന്നത്. നമുക്ക് താഴോട്ട് പോകാം, താഴോട്ട് വരുമ്പോൾ പഠിക്കാം. അപ്പൊ പാരാ തൈറോയിഡ് ഗ്രന്ഥി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു തൈറോയിഡ് ഗ്രന്ഥി എവിടെ സ്ഥിതി ചെയ്യുന്നത്? സ്വരപേടകത്തിനും ശ്വാസനാളത്തിനും ഇടയിൽ, അല്ലെങ്കിൽ ട്രെക്കയ്ക്കും പിന്നെ ലാറിങ്സിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അവിടെ ഇതിന്റെ നേരെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് പാരാ തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു, ബാക്കിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഈ പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് പാരാതെർമോൺ. പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരെന്താണ്? പാരാതെർമോൺ. പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് പാരാതെർമോൺ. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഏതൊക്കെയാണ്? നേരത്തെ പഠിച്ചല്ലോ, തൈറോക്സിൻ, കാൽസിറ്റോണിൻ. അതുപോലെ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരെന്താണ്? പാരാതെർമോൺ. അപ്പൊ ഇത് ഇനി നമുക്ക് അത് പഠിക്കുന്നതിന് മുമ്പ് ബാക്കി നമുക്ക് രക്തത്തിലെ കാൽസ്യത്തിന്റെ ലെവല് അല്ലെങ്കിൽ കാൽസ്യത്തിന്റെ അളവ് നിലനിർത്തുന്ന അല്ലെങ്കിൽ കൃത്യമായി നിലനിർത്തുകയാണ് ഇതിന്റെ ധർമ്മം. പക്ഷെ എന്താ അപ്പൊ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് എത്രയെന്ന് നമുക്ക് പഠിക്കാലോ? 9 മുതൽ എത്രയാണ്? 9 മുതൽ 11 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ. ഡെസിലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 100 മില്ലിലിറ്ററിനെയാണ് ഒരു ഡെസിലിറ്റർ എന്ന് പറയുന്നത്. 100 മില്ലിലിറ്ററിനെയാണ് ഒരു ഡെസിലിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഡെസിലിറ്ററിൽ എത്രയാവും? 9 മുതൽ 11 മില്ലിഗ്രാം വരെ ആകാവും. ഏതിന്റെ അളവ്? കാൽസ്യത്തിന്റെ അളവ്. അപ്പൊ 100 മില്ലിലിറ്റർ രക്തമെടുത്താൽ അതിൽ എത്രയെ കാണാവൂ? 9 മുതൽ 11 മില്ലിഗ്രാം വരെ കാണാവൂ. എന്തോന്ന്? കാൽസ്യം. അപ്പൊ 9 മില്ലിഗ്രാം മുതൽ 11 മില്ലിഗ്രാം വരെയാണ് മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ. ഡെസിലിറ്റർ എന്ന് പറഞ്ഞാൽ 100 മില്ലിലിറ്റർ. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അത് പഠിക്കാം. മില്ലിലിറ്റർ എഴുതുകയാണെങ്കിൽ 100 മില്ലിലിറ്റർ എന്ന് എഴുതുക. ഡെസിലിറ്റർ ആണെങ്കിൽ ഒരു ഡെസിലിറ്റർ അല്ലെങ്കിൽ ഒരു ഡെസിലിറ്റർ എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഒരു ഡെസിലിറ്ററിൽ അല്ലെങ്കിൽ 100 മില്ലിലിറ്ററിൽ രക്തത്തിൽ ബ്ലഡിൽ എത്രയാവാം? 9 to 11 മില്ലിഗ്രാം. 9 മുതൽ 11 മില്ലിഗ്രാം വരെ ആകാവൂ കാൽസ്യത്തിന്റെ അളവ്. അപ്പൊ 9 കുറഞ്ഞാൽ കാൽസ്യം കുറഞ്ഞു. ഒരു പ്രശ്നങ്ങൾ വരും. 11 കൂടിയാലോ അത് കാൽസ്യം കൂടിപ്പോയി. അപ്പൊ ഈ ലെവലിൽ നിൽക്കണം. 9, 10, 11 അങ്ങനെ ആ മില്ലിഗ്രാമിൽ നിൽക്കണം. അപ്പൊ അല്ലാതെ ഈ 9 കുറഞ്ഞാൽ കാൽസ്യം ലെവൽ കുറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്ഷീണം വരും, അയപ്പ് വരും. അതുപോലെ തന്നെ ഈ പറയുന്ന 11 കൂടിയാൽ കാൽസ്യത്തിന്റെ അളവ് കൂടുതലായി പോയി. അപ്പൊ ഇത് കൺട്രോൾ ചെയ്യുന്നതിന് നമ്മുടെ ഈ പാരാതെർമോൺ എന്ന് പറയുന്ന ഹോർമോണ് സഹായിക്കുന്നു. ഇനി രക്തത്തിലെ കാൽസ്യത്തിന്റെ ലെവല് എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് നോക്കാം. രക്തത്തിലെ കാൽസ്യം ലെവൽ എങ്ങനെയാണ് ഈ ഹോർമോണുകൾ നിലനിർത്തുന്നത്, അല്ലെങ്കിൽ രക്തത്തിലെ കാൽസ്യം ലെവല് എങ്ങനെയാണ്? ലെവൽ എത്രയാ? 9 മുതൽ 11 വരെ. 11 മില്ലിഗ്രാം പെർ 100 മില്ലിലിറ്റർ ബ്ലഡ് അല്ലെങ്കിൽ 1 ഡെസിലിറ്റർ ബ്ലഡ്. അപ്പൊ ആ ഡെസിലിറ്റർ ബ്ലഡില്
അല്ലെങ്കിൽ 100 മില്ലി ലിറ്റർ ബ്ലഡിൽ 9 മുതൽ 11 വരെ ആവും. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല ക്വസ്റ്റ്യനാണ്. ഈ വലിയ ക്വസ്റ്റ്യനും ചോദിക്കാം, ഇതിന്റെ അളവും ചോദിക്കാം. അപ്പൊ രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ തോത് എത്രയാണ്? 9 മുതൽ 11 മില്ലിഗ്രാം പെർ 100 മില്ലി ലിറ്റർ ബ്ലഡ് എന്നോ അല്ലെങ്കിൽ 1 ഡെസി ലിറ്റർ എന്നോ എഴുതുക. DL എന്ന് എഴുതിയാലും മതി. ശരി, ഈ രക്തത്തിലെ കാൽസ്യം ലെവല് എങ്ങനെയാണ് നിലനിർത്തുന്നത് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ രക്തത്തിൽ ആദ്യം നമ്മൾ എന്ത് വിചാരിക്കുക? കാൽസ്യത്തിന്റെ അളവ് സാധാരണ തോതിൽ നിന്ന് അങ്ങോട്ട് കൂടി എന്ന് വിചാരിക്കുക. അപ്പൊ എക്സസ് ആയിട്ടായി എന്ത് രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് എന്തായിപ്പോയി? കൂടിപ്പോയി, ഇൻക്രീസ് ചെയ്തു. രക്തത്തില് കാൽസ്യത്തിന്റെ അളവ് എന്ത് ചെയ്തു? കൂടിപ്പോയി, ഇൻക്രീസ് ചെയ്തു. ഉടനെ എന്ത് ചെയ്യുന്നറിയാമോ? ഉടനെ കൂടുമ്പോഴ് ഉടനെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് മെസ്സേജ് കിട്ടും അല്ലെ? തൈറോയ്ഡ് ഗ്രന്ഥി അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന കാൽസിറ്റോണിൻ രക്തത്തിലെത്തും. ആര്? തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കാൽസിറ്റോണിൻ അടിച്ചു പാഞ്ഞ് രക്തത്തിലെത്തും. കണ്ടാ, പോയിട്ട് വാടാ കാൽസിറ്റോണിനെ. എന്താണ് കാര്യം? രക്തത്തില് കാൽസ്യത്തിന്റെ അളവ് കൂടിയിരിക്കുന്നു, ഓടിപ്പോയിട്ട് വാ, നീ പോയി അത് മെയിൻറ്റെയിൻ ചെയ്യും എന്ന് തൈറോയ്ഡ് ഗ്രന്ഥി പറയും. അപ്പൊ ആ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് ആരെത്തും? കാൽസിറ്റോണിൻ. എവിടെ എത്തും? രക്തത്തിലെത്തും. എപ്പോഴും കാൽസ്യത്തിന്റെ അളവ് കൂടിയാൽ. എങ്ങനെ? എത്രയാണ് അളവ്? 9-നും 11-നും മില്ലിഗ്രാമിന് ഇടയ്ക്ക് നിൽക്കണം. അതിനൊക്കെ 11 കൂടിയാൽ അളവ് കൂടി. അപ്പോഴത്തേക്കും ആരെത്തി? കാൽസിറ്റോണിൻ എത്തി. ആരായത് ഉത്പാദിപ്പിച്ച? തൈറോയ്ഡ് ഗ്രന്ഥി. എപ്പോഴായത് വരുന്നത്? ഈ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കൂടിയാൽ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ രക്തത്തിലേക്ക് ഓടിയെത്തും. അത് ഉടനെ തന്നെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയിൽ നിന്ന് കാൽസ്യം ഫോസ്ഫേറ്റ് എന്നിവ രക്തത്തിൽ കലരുന്നത് പ്രവർത്തനം തടയുന്നു. ഈ അസ്ഥിയിൽ നിന്ന് ഈ കാൽസ്യവും ഫോസ്ഫേറ്റും കുറേശ്ശെ രക്തത്തിലേക്ക് ഇങ്ങനെ കലർന്നുകൊണ്ടിരിക്കും. അവിടെ അയ്യോ കലരില്ലേ, അയ്യോ കാൽസ്യം വേണ്ട ഇവിടെ. അപ്പൊ എല്ലിൽ നിന്ന് അല്ലെങ്കിൽ ബോണിൽ നിന്ന് കാൽസ്യവും ഫോസ്ഫേറ്റും ഒക്കെ രക്തത്തിലേക്ക് കലരുന്നത് ഇത് തടയുന്നു. ആര് തടയുന്നു? കാൽസിറ്റോണിൻ. കാര്യം ഇവിടെ കാൽസ്യം ഒരുപാട് ഇരിക്കുക. അപ്പോഴാണ് അടുത്തവന്മാരിവിടെ വന്ന് ചാടുന്നത്. കാൽസ്യം വേണ്ടേ, കാൽസ്യമേ കലല്ലേ, കാൽസ്യം കലക്കല്ലേ, അതുപോലെ ഫോസ്ഫേറ്റ് കലക്കല്ലേ, ഇപ്പൊ തൽക്കാലത്തേക്ക് വേണ്ട എന്ന് പറഞ്ഞ് അത് തടയുന്നു. ആര് തടയുന്നു? കാൽസിറ്റോണിൻ. എപ്പോഴും രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കൂടുമ്പോൾ എവിടെ ചെന്ന്? എല്ലിൽ ചെന്നിട്ട് എന്തിന്റെ കലരിലാണ് തടയുന്നത്? കാൽസ്യത്തിന്റെയും ഫോസ്ഫേറ്റും രക്തത്തിൽ കലരുന്നത് തടയുന്നു. ആ പ്രവർത്തനം തടയുന്നു, ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത് നോക്കുമ്പോ എന്താ? ആ ചെറുകുടൽ ആഗിരണം ചെയ്യുന്നു. ആഹാരത്തിൽ കൂടെ നമ്മൾ ടൊമാറ്റോ ഒക്കെ എടുത്ത് തിന്നു, കോളിഫ്ലവർ ഒക്കെ തിന്നു, അല്ലെങ്കിൽ നമ്മൾ പാല് കുടിച്ചു, അതിലുള്ള കാൽസ്യമൊക്കെ വലിച്ചെടുക്കുന്നു ചെറുകുടലിൽ. ഈശ്വര അവിടേക്ക് ഓടിച്ചെല്ലുന്നു. ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്കുള്ള കാൽസ്യത്തിന്റെ ആഗിരണം കുറയ്ക്കുന്നു. അപ്പൊ രക്തത്തിൽ നമ്മളറിയാലോ, വില്ലസ് ഒക്കെ ചെറുകുടലിൽ സ്മോൾ ഇൻഡസ്ട്രിയിലെ വില്ലസ് ഇങ്ങനെ ഈ രക്തത്തിൽ നമ്മളെ ദഹിച്ച ആഹാരത്തിലുള്ള പദാർത്ഥങ്ങൾ ഇങ്ങനെ നമ്മൾ ഇതിലേക്ക് ആഗിരണം ചെയ്യില്ലേ, അബ്സർവ് ചെയ്യില്ലേ, അതിനെ പോയി തടയുന്നു. കാൽസ്യം വേണ്ട, ഇവിടെ കാൽസ്യം വേണ്ട, പോട്ടെ, നേരെ പോട്ടെ. കാൽസ്യത്തിനെ ആഗിരണം ചെയ്ത് തടയുന്നു. അപ്പൊ സ്മോൾ ഇൻഡസ്ട്രിയിൽ ചെന്നിട്ട് അല്ലെങ്കിൽ ചെറുകുടലിൽ ചെന്നിട്ട് ബ്ലഡിലേക്കുള്ള കാൽസ്യത്തിന്റെ അബ്സോർഷൻ, കാൽസ്യത്തിന്റെ ആഗിരണം എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. കണ്ടോ? ഇവിടെ നമ്മള് ചിലയിടത്തൊക്കെ ലീക്ക് വരുമ്പോൾ അടയ്ക്കൂല. അതുപോലെ നമുക്ക് എല്ലിൽ ചെന്നിട്ട് എന്താണ്? അയ്യോ കാൽസ്യം വേണ്ട, ഫോസ്ഫേറ്റ് വേണ്ട, അവിടെ അത് ഇതിൽ കലർന്ന് തടയുന്നു. നേരെ കുറിച്ച് സ്മോൾ ഇൻഡസ്ട്രി ചെന്നു. സ്മോൾ ഇൻഡസ്ട്രിയിൽ ചെന്നിട്ട് പറഞ്ഞു വേണ്ട. ചെറുകുടലിൽ ചെന്നു. രക്തത്തിലേക്ക് ഈ പറയുന്ന കാൽസ്യം അബ്സർവ് ചെയ്യുന്നത് അവിടെ തടയുന്നു. കണ്ടോ? ഇനി നേരെ അടുത്ത പോകും. അവിടെ ഇവിടുത്തെ റീ അബ്സർവ് ആയിരിക്കും കിഡ്നി. കേട്ടോ? പുനരാഗിരണം ചെയ്യാൻ നേരത്തെ പുറത്ത് കളഞ്ഞതാണ്, അവരെ തിരിച്ചു പിടിച്ചോണ്ടിരിക്കണം ഒരുത്തൻ. അതാരാ? കിഡ്നിയിൽ പണ്ട് നിങ്ങൾ അഫറന്റ് വെസല്, പൊമാനിസ് ക്യാപ്സൂൾ, നെഫ്രോണൊക്കെ പഠിച്ചില്ലേ? അവിടെ നിന്നാണ് ആഗിരണം ചെയ്ത് കൺവല്യൂറ്റീവ് വ്യൂൾസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, കളക്റ്റിംഗ് ഡക്റ്റ് ഒക്കെ പഠിച്ചവർക്കുന്നുണ്ടാവും. അപ്പൊ വൃക്കകളിൽ നിന്നും രക്തത്തിലേക്കുള്ള കാൽസ്യത്തിന്റെ ഫോസ്ഫേറ്റിന്റെയും പുനരാഗിരണം തടസ്സപ്പെടും. അവിടെ എന്താണ്? ഇവിടെ ചെന്ന് കിഡ്നിയിൽ ചെന്നിട്ട് അവിടുന്ന് ഈ യൂറിനിലൂടെ പുറത്തു പോകാൻ പോയ ഈ കാൽസ്യത്തിന്റെയും
കാൽസ്യത്തെയും ഫോസ്ഫേറ്റിനെയും ചിലപ്പോൾ എന്ത് ചെയ്യും, ഇത് ആവശ്യമുണ്ടെന്ന് വേണ്ട കിഡ്നി ആഗിരണം ചെയ്യും, പുനരാഗിരണം ചെയ്യും, ബ്ലഡിലേക്ക് പുനരാഗിരണം ചെയ്യും, റീ അബ്സോർപ്ഷൻ നടത്തും. ഒരിക്കൽ പുറത്തു പോയാൽ തിരിച്ചെടുക്കാം, പുനരാഗിരണം ചെയ്യും. അത് വേണ്ട, പോട്ടെ, അവരൊന്നും വേണ്ട, പോട്ടെ, കാൽസ്യം ഒക്കെ പോട്ടെ, യൂറിലൂടെ പൊയ്ക്കോട്ടെ, ഫോസ്ഫേറ്റ് പോട്ടെ, നീ പോട്ടെ എന്ന് പറഞ്ഞ് ഈ പുനരാഗിരണത്തിനെ തടയുന്നു, റീ അബ്സോർപ്ഷനെ തടയുന്നു. ഇത്രയും മനസ്സിലായല്ലോ. ഇത്രയാണ് നമ്മുടെ രക്തത്തില് കാൽസ്യത്തിന്റെ അളവ് കൂടിയാൽ സംഭവിക്കുന്നത്. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കൂടിയാൽ എന്ത് സംഭവിക്കും? ഉടനെ തൈറോയിഡ് ഗ്രന്ഥി ആരെ പറഞ്ഞു വിടും? തൈറോക്സിൻ നേരെ എവിടെ ചെല്ലും? ബ്ലഡ് ചെന്നിട്ട് എന്ത് ചെയ്യും? എല്ലിൽ നിന്ന് കാൽസ്യവും ഫോസ്ഫേറ്റും രക്തത്തിലോട്ട് ഇറങ്ങുന്ന പ്രവർത്തനം, രക്തത്തിൽ ലയിക്കുന്ന ആ പ്രവർത്തനത്തിന് തടയുന്നു. മതി, ഇവിടെ കാൽസ്യം വേണ്ട, ഇവിടെ ഉള്ളതിനെ കൊള്ളാൻ പറ്റുന്നില്ല, ഓടിപ്പോകുന്നു, നേരെ സ്മോൾ ഇൻഡസ്ട്രി പോകുന്നു, ചെറുകുടലിൽ പോകുന്നു. ചെറുകുടലിൽ ചെന്ന് രക്തം ആരാഗിരണം ചെയ്യുകയാണ്? ആഹാരത്തിലൂടെ വന്ന ചെറുകുടലിൽ ആഹാരത്തിലൂടെ വന്ന കാൽസ്യത്തിന് ആഗിരണം ചെയ്യണം. അയ്യോ, ഇവിടെ കാൽസ്യം വേണ്ടേ? ആ ആഗിരണം തടയുന്നു. സ്മോൾ ഇൻഡസ്ട്രിയിൽ നിന്നും ബ്ലഡിലേക്കുള്ള കാൽസ്യത്തിന്റെ ആഗിരണം അല്ലെങ്കിൽ അബ്സോർപ്ഷൻ തടയുന്നു. അതുകൊണ്ട് ഓടി പോകുന്നു കിഡ്നിയിൽ അവിടെ എന്താണ്? കിഡ്നിയിൽ ചെന്നിട്ട് അല്ലെങ്കിൽ വൃക്കയിൽ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? രക്തത്തിലേക്കുള്ള കാൽസ്യത്തിന്റെയും ഫോസ്ഫേറ്റിന്റെയും പുനരാഗിരണം, റീ അബ്സോർപ്ഷനും തടയുന്നു. അപ്പൊ എല്ലാം ഇങ്ങോട്ടുള്ള കാൽസ്യത്തിന്റെ വരവൊക്കെ നിർത്തി. അപ്പൊ ബാക്കിയിലുള്ള കാൽസ്യം ഉണ്ടല്ലോ, ആ കാൽസ്യം ബോഡി ഉപയോഗിച്ച് തീരുമാനം കുറഞ്ഞോളൂ. മനസ്സിലായില്ലേ? എന്തൊരു പരിപാടി നോക്കൂ. ഇനി കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞു എന്ന് വിചാരിക്കുക. രക്തത്തിൽ എന്താണ്? കാൽസ്യത്തിന്റെ അളവ് വളരെ കുറഞ്ഞു. കാര്യവും 11ആയി, 10ആയി, 9ആയി, 8ആയി, ഇങ്ങനെ കുറയുകയാണ്. 9ൽ കുറയാൻ പാടില്ല. രക്തത്തില് കാൽസ്യത്തിന്റെ അളവ് സാധാരണ റേറ്റിൽ തോതിൽ നിന്നും കുറയുമ്പോൾ ഡിക്രീസ് ചെയ്താൽ ആരാ? അവിടെ തൈറോയിഡിനല്ല റോഡ്, പാരാതൈറോയ്ഡ് പറയും. മക്കളെ പോയിട്ട് വാ. ആരാ? കാൽസിറ്റോണിൻ, തെർമോൺ എന്ന് പറയുന്ന ഹോർമോൺ അറിയാലോ, നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചത്. പാരാതെർമോണെ പോയിട്ട് വാടാ എന്ന് പറയും. അവൻ അടുത്ത രക്തത്തിലേക്ക് ചാടുന്നു. ഇതാ പോകുന്നു, നേരെ പോകുന്നു. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് സാധാരണ തോതിൽ നിന്നും കുറയുമ്പോൾ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് എന്ത് ചെയ്യുന്ന ഉൽപ്പാദിപ്പിക്കുന്ന പാരാതെർമോൺ രക്തത്തിൽ എത്തിച്ചേരുന്നു. അവിടെ കാൽസിറ്റോണിനല്ല എത്തിച്ചേരുന്നത്, പാരാതെർമോൺ. ആള് മാറി, പാര വെക്കുകയാണ് കേട്ടോ. നേരത്തെ ആര് ചെയ്ത്? കാൽസിറ്റോണിൻ എന്തൊക്കെ ചെയ്തോ അതിനെല്ലാം ഓപ്പോസിറ്റ് ചെയ്തത്. കാൽസ്യം കുറഞ്ഞല്ലോ, പാരാതെർമോൺ എത്തിച്ചേരും. അസ്ഥിയിൽ നിന്ന് കാൽസ്യം, ഫോസ്ഫേറ്റ് എന്നിവ രക്തത്തിൽ കലരുന്ന പ്രവർത്തനം സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ഉത്തേജിപ്പിക്കുന്നു. കലക്കൂ അല്ലേ? ബോൺ കലക്കട്ടെ, ഫോസ്ഫേറ്റ് കലക്കിക്കോ, കാൽസ്യം കലക്കിക്കോ, അങ്ങനെ ഉത്തേജിപ്പിക്കുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അപ്പൊ നേരത്തെ മറ്റവൻ തടഞ്ഞു വെച്ച് കൂടിയപ്പോ ഇതിപ്പോ കുറഞ്ഞപ്പോ ഈ പറയുന്ന പാരാതെർമോൺ ചെന്നിട്ട് എല്ലിൽ നിന്ന് രക്തത്തിലേക്ക് കാൽസ്യം കലരുന്നത് പ്രോത്സാഹിപ്പിക്കുകയാണ്, ഉത്തേജിപ്പിക്കുകയാണ്, സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഫോസ്ഫേറ്റ് കലര്, കാൽസ്യമേ കലര്, അങ്ങനെ ഇത് കലർത്തുന്നു. ഇനി നേരെ എവിടെയുണ്ട്? നമ്മൾ ചെറുകുടലിന്റെ കാര്യം പറഞ്ഞല്ലോ. ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്കുള്ള കാൽസ്യത്തിന്റെ ആഗിരണം എന്ത് ചെയ്യുന്നു? ത്വരിതപ്പെടുത്തുന്നു. സ്പീഡ് പിടിച്ചോ. ചെറുകുടലിൽ നിന്ന് എന്താണ് കാൽസ്യം മാക്സിമം കിട്ടുന്നത് പിടിച്ചെടുത്തു. ആഗിരണം നടത്തുന്നത് അല്ലെങ്കിൽ ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് കാൽസ്യം ആഗിരണം ചെയ്യുന്ന പ്രവർത്തനം ഇൻക്രീസ് ചെയ്യുന്നു, വേഗത കൂട്ടുന്നു, സ്പീഡ് പെട്ടെന്ന് ഇത് കയറ്റി വിടും. കൂടുതൽ കാൽസ്യം വരട്ടെ. അങ്ങനെ ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ആ ചെറുകുടലിൽ നിന്നും ആഗിരണം ചെയ്യുന്ന അബ്സോർപ്ഷൻ ആഗിരണം ചെയ്യുന്നു. എന്ത് ആഗിരണം ചെയ്യുന്നു? കാൽസ്യം കൂടുതൽ ആഗിരണം ചെയ്യാൻ ശ്രമിക്കുന്നു. അതുപോലെ നേരെ ഇനി വേറെ സ്ഥലത്ത് പോണമല്ലോ. വൃക്കകളിൽ നിന്നും രക്തത്തിലേക്കുള്ള കാൽസ്യം, ഫോസ്ഫേറ്റ് എന്നിവയുടെ പുനരാഗിരണം ത്വരിതപ്പെടുത്തും. ഇവിടെ കാൽസ്യം ഇല്ലാതിരിക്കുമ്പോഴാണ് നീ മൂത്രം ഒഴിച്ച് കളയാൻ പോണം. കഴിഞ്ഞോട്ട് കൂടി പുനരാഗിരണം ചെയ്യും. എന്താണ്? നേരെ വൃക്കകളിൽ ചെന്നിട്ട് കാൽസ്യത്തിന്റെയും ഫോസ്ഫേറ്റിന്റെയും പുനരാഗിരണം, റീ അബ്സോർപ്ഷൻ ത്വരിതപ്പെടുത്തുന്നു. ചെയ്തോ പെട്ടെന്ന് പുനരാഗിരണം ചെയ്യും. കുറച്ചുകൂടെ കാൽസ്യം വരട്ടെ, കുറച്ചുകൂടെ ഫോസ്ഫേറ്റ് വരട്ടെ, ഒന്നിനെ വിടണ്ട, ഞാൻ പുനരാഗിരണം ചെയ്യൂ, റീഅബ്സോർബ് ചെയ്യൂ എന്ന് പറഞ്ഞ് യവൻ ആരാണ് ഇത് ചെയ്യുന്ന? പാരാതെർമോൺ. അങ്ങനെ ഇങ്ങനെ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കൂടുകയും സാധാരണ അളവിൽ എത്തിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇവിടെ രണ്ടെണ്ണത്തിന്റെ പ്രവർത്തനമാണ്. കാൽസിറ്റോണിന്റെയും പാരാതെർമോണിന്റെയും പ്രവർത്തനമാണ് രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബ്ലഡിൽ കാൽസ്യം ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്നത്
ഏതൊക്കെ 2 ഹോർമോണുകൾ ചേർന്നാണ്? ഒന്ന് 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 കാൽസിറ്റോണിൻ, 2 പാരാത്തർമോൺ. കാൽസിറ്റോണിൻ വരുമ്പോഴാണ് രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കൂടും. ഈ പാരാതെർമോൺ വരുന്ന എപ്പോഴാണ്? രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് എത്രയാണ്? 9 മുതൽ 11 മില്ലിഗ്രാം വരെ 100 മില്ലിലിറ്റർ ബ്ലഡ്. ഓക്കെ, ശരി. അങ്ങനെ നമ്മൾ 4ാമത്തെ ചാപ്റ്ററിന്റെ 2ാം ഭാഗം ഇവിടെ പൂർത്തിയായി. അടുത്ത ക്ലാസ്സിൽ പാങ്ക്രിയാസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. നമസ്തേ.